ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. അങ്ങനെ ഇതാ മറ്റൊരു ഓണക്കാലം കൂടി വന്നിരിക്കുന്നു. നമ്മളെല്ലാവരും ഒരുപാട് കാത്തിരിക്കുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫെസ്റ്റിവലാണ് ഓണം. ഒരുപാട് സന്തോഷവും പ്രതീക്ഷയൊക്കെ നമുക്ക് തരുന്ന നല്ലൊരു ഫെസ്റ്റിവൽ അല്ലേ? അപ്പോൾ ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്രയ്ക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആവില്ല ഇപ്രാവശ്യത്തെ ഓണം. നമുക്കറിയാം, ഒരുപാട് ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു. ഒരുപാട് പേർക്ക് അവരുടെ ഫാമിലീസിനെ, അവരുടെ എല്ലാം തന്നെ നഷ്ടപ്പെട്ടവരുണ്ട്. ഒരുപാട് അസുഖങ്ങളിലൂടെ, ഹെൽത്ത് ഇഷ്യൂസിലൂടെ പോകുന്നവരുണ്ട്. ഇപ്പോഴും ആ ദുരന്തത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റിൽ നിന്നും റിക്കവർ ചെയ്യാത്തവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വിഷമിക്കുന്ന ഒരു ഓണം കൂടിയാണിത്. അപ്പം നമ്മളങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ് സെലിബ്രേഷൻ ഒന്നും പലരും ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം നമ്മുടെ കൂടെയുള്ള ഒരുപാട് പേരിങ്ങനെ ഭയങ്കര വിഷമങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് അല്ലേ നമുക്ക് മാത്രം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഞാനിപ്പം വന്നത് ഓണത്തിനെ കുറിച്ച് പറയണം, നിങ്ങളെ ഓണം വിഷ് ചെയ്യണം. ആൻഡ് ഓൾസോ ഈ ഫെസ്റ്റിവൽ ടൈമിൽ എൻ്റെ നീറ്റ് ആസ്പിരൻസ്, എൻ്റെ ഫ്യൂച്ചർ ഡോക്ടേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എന്തായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങളെയൊക്കെ വന്നൊന്ന് കാണണം തോന്നി, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി. സോ നീറ്റ് ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപാട് പേര് നീറ്റ് 2024 സ്കോർ അത്ര ഹാപ്പി അല്ല എന്നുള്ള ആ ഒരു വിഷമത്തിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് എന്താ പറയുക, അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ നിൽക്കുന്നവരായിരിക്കും കുറേ പേരെങ്കിലും. ഒരുപാട് പേരുടെ മെസ്സേജൊക്കെ വരാറുണ്ട്. ഞാൻ ഇപ്രാവശ്യം കൗൺസിലിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, ഇപ്പോഴും കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൗൺസിലിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, റിസൾട്ട്സ് വരാൻ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ കുറേ പേർക്ക് അവർക്ക് ആഗ്രഹിച്ച കോഴ്സിനല്ല കിട്ടിയത്. MBBS വേണ്ട പലരും ഉണ്ടായിരുന്നു. പലരും BDSും അല്ലെങ്കിൽ മറ്റ് BAMS BHMSനൊക്കെ കിട്ടിയിട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഇനി അതിന് ഞാൻ പോകണോ, അതിന് ഞാൻ പോയി ചേർന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് എനിക്ക് വേറെ കോളേജിൽ, എനിക്ക് ഇഷ്ടമുള്ള കോളേജിലോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കോഴ്സോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത കൗൺസിലിങ്ങിന് എനിക്ക് പോകാൻ പറ്റുമോ, അങ്ങനത്തെ കുറേ കൺഫ്യൂഷനിലൊക്കെ നിൽക്കുന്നവരുണ്ട്. പിന്നെയുള്ളവരാണെങ്കിൽ എനിക്ക് എവിടെയും കിട്ടുന്നില്ല, ഞാൻ ആഗ്രഹിച്ച സ്ഥലത്തൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പഠിച്ച് അടുത്ത നീറ്റിന് എനിക്ക് നല്ല സ്കോർ വാങ്ങാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരു കൺഫ്യൂസ് സ്റ്റേജിൽ കൂടിയാണ് നീറ്റ് ആസ്പിരൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷൻ ബാക്ക്ലോഗ്സ്, കുറേ പെൻഡിങ് വന്നിട്ടുണ്ട്. ഓരോ കാരണങ്ങൾ കൊണ്ട് കുറേ ക്ലാസ്സുകളൊക്കെ മിസ്സായിപ്പോയി, റെഗുലറായിട്ട് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഹെൽത്ത് പ്രോബ്ലംസ് വന്നു. പിന്നെ മോക്ക് എക്സാം വന്നപ്പോഴേക്കും കുറേ പേർക്ക് എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് റിസൾട്ടൊക്കെ കണ്ടപ്പോഴേക്കും കുറച്ച് ഡീമോട്ടിവേഷനായി. അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് ഡിസ്ട്രാക്റ്റഡ് ആയവരുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, we can change this. Whatever you are going through right now, we have the power to change it. നമ്മൾ നല്ലപോലെ പ്ലാൻ ചെയ്ത്, നമ്മൾ നല്ലൊരു നമ്മുടെ ഷെഡ്യൂളിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തി, നമ്മുടെ സ്റ്റഡി പ്ലാനിൽ മാറ്റം വരുത്തി, നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യേണ്ടത് അത് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിറ്റുവേഷനെ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ. പിന്നെ മറ്റൊരു സ്റ്റുഡൻറ്റ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, കൗൺസിലിങ്ങിൽ ഈ കുട്ടിക്ക് BAMSനാണ് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ നെക്സ്റ്റ് റൗണ്ടിൽ BDSന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആ കുട്ടിക്ക് BDSന് കിട്ടുകയാണെങ്കിൽ ഈ അഡ്മിഷൻ പ്രശ്നമാവുമോ, അത് കാരണം ആ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാണ്ടിരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഇത് പറയുന്നു. നിങ്ങളെ കൗൺസിലിങ്ങിന് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾക്കൊരു കോഴ്സും ഒരു കോളേജും അലൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ നിന്ന് ഇത് വരുമല്ലോ, അതായത് അവരൊരു നോട്ടീസ് ഇത് ചെയ്യും, നിങ്ങൾ ഇന്ന ദിവസം ആ കോളേജിൽ പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം, ഫീസ് അടയ്ക്കണം, നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളത്. ആ സമയത്ത് നിങ്ങൾ അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. പിന്നെ നിങ്ങൾ ആ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ പൈസ നഷ്ടപ്പെടും. അല്ലെങ്കിൽ ചില കോളേജസിന് റൂളുണ്ട്, പെനാൽറ്റി ആയിട്ടുള്ള ഒരു ഹെവി ഫീസ് നിങ്ങൾ അടച്ചിട്ട് വേണം കോഴ്സിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ. അത് ക്ലാസ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് മറ്റു കോഴ്സിൽ കൊടുക്കണം, എനിക്ക് കിട്ടിയ കോളേജായിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് റൗണ്ടിൽ വീണ്ടും നിങ്ങൾ കൗൺസിലിങ്ങിന് ഫീസ് അടച്ചിട്ട് നിങ്ങളുടെ കോളേജും കോഴ്സും ഓപ്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ആസ് ലോങ് ആസ് നിങ്ങൾക്ക് കിട്ടിയ സ്ഥലത്ത് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ദാറ്റ് അഡ്മിഷൻ ഈസ് നോട്ട് കംപ്ലീറ്റ്. അപ്പം അതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട്, നീ 2025 എഴുതാൻ പോകുന്ന എൻ്റെ ഫ്യൂച്ചർ ഡോക്ടേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് നിങ്ങളുടെ ബാക്ക്ലോഗ്സ്. ലൈക്ക് ഒരുപാട് പേർക്ക് ഇപ്പം പെൻഡിങ് ചാപ്റ്റേഴ്സ് ഉണ്ട്, അതെങ്ങനെ ക്ലിയർ ചെയ്യും, റിവിഷൻ നല്ലപോലെ നടത്താൻ പറ്റുന്നില്ല, എല്ലാം കൂടി ആകെ ടെൻഷൻ ആകുന്നു, മോക്ക് എക്സാം എഴുതിയപ്പോൾ സ്കോർ ശരിയാവുന്നില്ല, പിന്നെ പഠിച്ചത് ശരിയാണോ എന്ന് അറിയില്ല, ഇനിയും എവിടേക്കോ എന്തൊക്കെയോ കുറവുകൾ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റിപ്പീറ്റേഴ്സ് എസ്പെഷ്യലി, നിങ്ങൾ സിലബസ് പഠിച്ചവരാണ്, യു നോ ദ സിലബസ്. സോ പ്ലീസ് ഫോക്കസ് ഓൺ വാട്ട് വിൽ ഗിവ് യു ഹെൽപ്പ് യു ഇംപ്രൂവ് യുവർ സ്കോർ. അതിലാണ് വർക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്കോർ എപ്പോഴും ഇംപ്രൂവ് ആവുക. നിങ്ങൾ കുറേ തിയറി വായിച്ച് പഠിക്കുമ്പോഴല്ല, എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം.
എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സാം പേപ്പർ നമ്മൾ എഴുതുമ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം, കറക്റ്റ് ആൻസർ നമുക്ക് ചൂസ് ചെയ്യാം. അതാണല്ലോ നമുക്ക് നമ്മുടെ സ്കോർ തരുന്നത്, അതാണ് നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യുന്നത്. എക്സാം ഹാളിൽ നമുക്ക് എത്ര സമയം കിട്ടുന്നു അത്രയും നന്നായിട്ട് നമുക്ക് ഇഫക്റ്റീവായിട്ട് മറ്റ് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. സോ ഏറ്റവും കൂടുതൽ ഈ ഒരു ഓണ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ, ഇനി ബ്രേക്ക് ഇല്ലെങ്കിലും ഈ ഒരു ഫെസ്റ്റിവൽ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആഘോഷിക്കണം, നിങ്ങൾ എല്ലാവരെയും കൂടെ സെലിബ്രേറ്റ് ചെയ്യണം, ഹാപ്പി ആയിട്ടിരിക്കണം. At the same time, it is also important that you don't get deviated from your goal. അപ്പം നമ്മൾക്ക് കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ ഈ സമയത്ത് മക്കൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇപ്പോൾ ബാക്ക്ലോഗ് പെൻഡിങ് ആലോചിച്ച് വിഷമിച്ചിരിക്കരുത് എൻ്റെ പൊന്നു മക്കളെ. ഹീരയിലെയും ഫീനിക്സിലെയും ഒക്കെ മക്കളോട് എനിക്ക് ഇതാണ് പറയാനുള്ളത്. ബിക്കോസ് വി ഹാവ് ലോട്ട് ഓഫ് റിവിഷൻ സെഷൻസ് പ്ലാൻ ഫോർ യു. നീറ്റ് 2025 എക്സാം ഹോളിലേക്ക് നിങ്ങൾ കയറി പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ പ്ലാൻഡ് ആണ്. വി ഹാവ് പ്ലാൻ റിവിഷൻ സെഷൻസ്, മൾട്ടിപ്പിൾ റിവിഷൻ സെഷൻസ് നമുക്ക് വരും. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ മാത്രം ചെയ്യുന്ന മാരത്തോൺസ് വരും. സോ വൈ ആർ യു വറിയിങ്? ആദ്യത്തെ ഫ്യൂ ചാപ്റ്റേഴ്സ് നമുക്ക് മിസ്സായാലും നമുക്ക് റെക്കോർഡ് കണ്ടന്റ് കണ്ടൂടെ? ഓക്കെ, അതിന് ടൈം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി വേറെ വീഡിയോയിൽ വന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? യെസ്, ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യാനുള്ള ടൈം. സോ അത് ഓർത്ത് ടെൻഷൻ അടിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്മാർട്ട് ലേണിംഗ് ആണ് അല്ലേ. നമ്മളിങ്ങനെ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഇപ്പോൾ നമ്മുടെ തലയിലിരിക്കോ? ഇല്ല. എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് എന്താണ്? NCERT വായിച്ചു നോക്കണം. ഓക്കെ, അത് കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, സബ്ജക്റ്റിനെ കോൺസെപ്റ്റിൻ്റെ ഒക്കെ ഒരു ഐഡിയ കിട്ടും. ഒരു ലാസ്റ്റ് 10 ഇയേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക അല്ലേ. അത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിലുണ്ട് അല്ലേ. നമുക്കിപ്പം ആപ്പിലാണെങ്കിൽ ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ എല്ലാം PYQ ബേസ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മക്കൾ നോക്കുക. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻസ് നോക്കുന്നോ അത്രയും എഫക്റ്റീവായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കഴിഞ്ഞൊരു 10 വർഷത്തെ ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മക്കൾ നോക്കിയെന്ന് വിചാരിക്കാം. എന്നിട്ട് നിങ്ങൾ NCERT നോക്കുമ്പോൾ സപ്പോസ് ഒരു ചാപ്റ്റർ നിങ്ങളെടുത്തു, ഈക്വിലിബ്രിയം. ആ ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ 10 വർഷം വന്ന MCQs നമ്മൾ നോക്കി. നിങ്ങൾക്ക് പെൻഡിങ് ഉള്ള ചാപ്റ്റർ എടുത്തോ. ഈക്വിലിബ്രിയം ചാപ്റ്റർ നിങ്ങളുടെ ബാക്ക്ലോഗാണ്. ആ ചാപ്റ്റർ നിങ്ങൾ എടുത്തു. അതിൽ നിന്നൊരു കഴിഞ്ഞ 10 വർഷം, ഓക്കെ, ആ 10 വർഷത്തെ സമയമില്ലെങ്കിൽ 5 വർഷം വന്ന MCQs നിങ്ങൾ നോക്കി. എന്നിട്ട് നിങ്ങൾ NCERT എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂലേ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പം നമ്മൾ ആ ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മളൊരു സ്മാർട്ട് ലേണിംഗ് ചെയ്യും. എന്നിട്ട് നമ്മൾ NCERT വായിക്കുമ്പോൾ പല കളേഴ്സൊക്കെ ഉപയോഗിച്ച് PYQs വന്ന ഭാഗമൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും. ഓക്കെ, പിന്നെ NCERTയിലെ തന്നെ സോൾഡ് എക്സാമ്പിൾസ്, സമ്മറി പാർട്ടുകൾ, അങ്ങനെ നമ്മൾ വായിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് നല്ല പോലെ നമ്മൾ മാർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മളെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ആൻസർ ചെയ്യുമ്പോഴാണല്ലോ. സോ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ കുറേ വരുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അസേർഷൻ, റീസൺ, ഇതിനൊക്കെയാണ് ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. മാച്ച് ദ ഫോളോയിങ് ഒക്കെയാണ് ഏറ്റവും സോൾവ് ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് വരുന്നു. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പേപ്പറിൽ കെമിസ്ട്രി എന്നൊക്കെ നമുക്ക് ഒരുപാട് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള പാറ്റേണിൽ ചേഞ്ച് വന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമ്മുടെ സമയം വേസ്റ്റ് ആവുന്നത്. സോ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനാണ് ഏറ്റവും ടൈം എടുക്കുന്നത്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യനിലാണ് ഞാൻ ഏറ്റവും സമയം വേസ്റ്റ് ചെയ്യുന്നത്, അതെനിക്ക് ക്ലിയർ ചെയ്യണം, അതിലെനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക. എന്നിട്ട് നോക്കുക മാച്ച് ദ ഫോളോയിങ് ആണോ എനിക്ക് കൺഫ്യൂഷൻ. ഇപ്പം എൻ്റെ പേഴ്സണൽ ഇത്, ഞാനൊരു നീറ്റ് ആസ്പിറൻ്റ് ആയിരുന്ന കാലത്തും സ്റ്റുഡൻ്റ് ആയിരുന്ന കാലത്തും ഒക്കെ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഞാൻ മിസ്റ്റേക്ക് വരുത്തുന്നതും മാച്ച് ദ ഫോളോയിങ് ആണ്. കാണുമ്പോൾ ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ ഞാൻ സൂപ്പർ കോൺഫിഡൻ്റ് ആയിരിക്കും, ഇത് എല്ലാം മാച്ച് ചെയ്യും. പക്ഷേ ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഓവർ ദ ഇയേഴ്സ് അപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇതിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്തത്. മാച്ച് ദ ഫോളോയിങ് എൻ്റെ ക്ലാസ് കാണുന്ന മക്കൾക്ക് തന്നെ അറിയാം അല്ലേ, ഏറ്റവും കൂടുതൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് മാച്ച് ദ ഫോളോയിങ്ങിലാണ്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നത്, ഏറ്റവും കൂടുതൽ നിങ്ങൾ സമയം എടുക്കുന്ന ഏതാണോ അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ഇസ് ഓൺലി സൊല്യൂഷൻ ചിൽഡ്രൻ. അല്ലാതെ കുറേ ബാക്ക്ലോഗ് ഉണ്ട്, കുറേ തിയറി വായിക്കണം. തിയറി മനസ്സിലായാലല്ലേ മിസ്സേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. തിയറി മനസ്സിലാക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. എവിടെ നിന്നാണോ ക്വസ്റ്റ്യൻ വരുന്നത് ആ ഭാഗം നല്ല പോലെ പഠിക്കുക. ഓക്കെ, ആ കോൺസെപ്റ്റ് നല്ല പോലെ മനസ്സിലാക്കുക, അതിനെ ബേസിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. അല്ലാതെ ഇതിങ്ങനെ ആലോചിച്ച് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്ത് നിങ്ങളുടെ നല്ല ഈ ഫെസ്റ്റീവ് ടൈം
ടൈമും നിങ്ങളുടെ മൂഡ് ഓഫാക്കല്ലേ. നിങ്ങളുടെ മൂഡ് ഓഫാക്കുമ്പോൾ നാച്ചുറലി നിങ്ങളുടെ ചുറ്റുമുള്ളവരെ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിയുടെയും എല്ലാവരുടെയും മൂഡ് ഓഫാവും. അപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കും, പിന്നെ എല്ലാവർക്കും വിഷമാവില്ലേ. എന്തിനാ അങ്ങനെ? ഹാപ്പി ആയിട്ട് മക്കൾ ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക, അടിപൊളിയായിട്ട് ആഘോഷിക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഗോളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകരുത്. പ്ലീസ് പ്രോമിസ് ടു യുവർ സെൽഫ് ഐ എം ഗോൺ വർക്ക് ലൈക്ക് നിങ്ങളുടെ ബാക്ക്ലോഗ് ചാപ്റ്റേഴ്സിൻ്റെ ഓരോ സബ്ജക്റ്റ് വൈസ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അത് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതിനെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കും. നമുക്ക് മോക്ക് പേപ്പറൊക്കെ എഴുതുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആണോ, ട്രൂ ഓർ ഫോൾസ് ആണോ. ഇനി ചിലർക്ക് പ്രശ്നമുണ്ട്, ചിലർക്ക് ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് പെട്ടെന്ന് തെറ്റിപ്പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. നോട്ട് ട്രൂ എന്ന് ചോദിച്ചിട്ടുണ്ടാകും അല്ലേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ. അത് നമ്മൾ കാണൂല, എന്നിട്ട് നമ്മൾ ട്രൂ ആയിട്ടുള്ളത് മാർക്ക് ചെയ്ത് വിടും. അപ്പോൾ അങ്ങനെ ചിലർക്ക് എന്താണ് OMR ഫില്ല് ചെയ്യുന്നതിലായിരിക്കും പ്രശ്നം. അത് ഐഡൻറ്റിഫൈ ചെയ്യുക ആൻഡ് വർക്ക് ഓൺ ദാറ്റ്. യുവർ സ്കോർ വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ്. ഇറ്റ്സ് മൈ പ്രോമിസ്, മൈ ഫ്യൂച്ചർ ഡോക്ടർ. അപ്പം ഐ വോണ്ട് ടു വിഷ് യു ഓൾ എ വെരി വെരി ഹാപ്പി ഓണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കുക. ആൻഡ് ഓൾസോ മക്കൾ നല്ലപോലെ പഠിക്കുക, ഫ്യൂച്ചർ ഡോക്ടർ ആവണം. നമ്മളുടെ നമ്മുടെ ഓണം 2025 നമ്മളൊരു ഫ്യൂച്ചർ ഡോക്ടർ ആവുന്നതിലേക്കുള്ള ഒരു സെലിബ്രേഷൻ ആവട്ടെ അല്ലേ. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. ആഘോഷത്തിൽ ഇങ്ങനെ അങ്ങ് സദ്യയൊക്കെ കഴിച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങി പോകരുത്. നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് തിരിച്ചു വരണം. അപ്പം വിഷിങ് യു ഓൾ എ വെരി ഹാപ്പി ഓണം വൺസ് അഗെയിൻ. ബൈ.